ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം ശ്രീ ലളിതാദേവ്യൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുദിനം നേരുന്നു. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 80 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 80 വരെയുള്ള ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 365 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾക്ക് പഠിക്കേണ്ട 81 മുതൽ 85 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം വായിക്കാം. പരാ പ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഡി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയാജാലന്ധരസ്ഥിത ഓഢ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണസുഖദായിനി നിത്യാഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥശരീരിണി. 81 മുതൽ 85 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. ആദ്യത്തെ ശ്ലോകത്തിൽ 7 നാമങ്ങൾ, രണ്ടാമത്തെ ശ്ലോകത്തിൽ 82-ൽ 6 നാമങ്ങൾ, 83-ൽ 4 നാമങ്ങൾ, 84-ൽ 5 നാമങ്ങൾ, 85-ാമത്തെ ശ്ലോകത്തിൽ 5 നാമങ്ങൾ. ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ ശ്ലോകം എടുക്കാം. പരാ പ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമ വൈഖരീരൂപ ഭക്തമാനസഹംസിക. ആദ്യത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിൽ 7 നാമങ്ങളുണ്ട്. പരാ പ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമ വൈഖരീരൂപ ഭക്തമാനസഹംസിക. 7 നാമങ്ങൾ. ആദ്യത്തെ നാമം എടുക്കാം. പരാ എന്ന ആദ്യത്തെ നാമം. പരാ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിൽ ദേവി വാക്ക് രൂപിണിയായി വാക്കിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വാഗ്ദേവതയായിട്ട് ദേവി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനും അതീതയായിട്ടാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അപ്പം എന്താണ് ഏത് ഒരു ജീവൻ്റെയും ഉള്ളിൽ വാക്കിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥം പരാ എന്നുള്ളതിന്. അപ്പോൾ മൂലപ്രകൃതിയായി ബ്രഹ്മതത്വത്തിൽ ലയിച്ചിരിക്കുന്നവളാണ് ദേവി. പിന്നെ അത് ഈ ദേവി ഇച്ഛിക്കുന്നത് പോലെ ഓരോ ഇച്ഛാശക്തി കൊണ്ട് പുറത്തേക്ക് വരും. പിന്നെ അത് ക്രിയാശക്തി കൊണ്ട് അതിനെ കർമ്മത്തെ ചെയ്യും. അതായത് ഇപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം നടത്തുന്നത് ദേവിയാണ്. അപ്പോൾ സൃഷ്ടിക്കാനായി ദേവി ഇച്ഛിക്കുന്നു. ആ ഇച്ഛ വരുമ്പം അതിനെ ചെയ്യാനുള്ള ഇത് ചെയ്യും. ചെയ്യാൻ വേണ്ടി അറിവ് വേണം. അപ്പോൾ ഇച്ഛാശക്തി ആദ്യം ഉണ്ടാകും. അത് കഴിഞ്ഞ് അതിനെ ചെയ്യാനുള്ള ആശക്തി ഉണ്ടാകും, ക്രിയാശക്തിയും കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും സൃഷ്ടിക്കണമെങ്കിൽ അറിവ് വേണം. ആ അറിവിനെ ജ്ഞാനശക്തി, ഇങ്ങനെ 3 ശക്തികളായി ഇരിക്കുന്നുണ്ട് ദേവിയിൽ. അപ്പോൾ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും കൂടിച്ചേർന്നാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പരാശക്തിയായി മാറുന്നു.
അല്ലേ? ഈ മൂന്നും കൂടുമ്പോൾ ആദ്യം എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, ആ വാക്ക് രൂപം അത് മൂലാധാരത്തിൽ ശക്തിയായിട്ട് ഉറങ്ങിക്കിടക്കുന്നു. മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തി, ആ ശക്തി പുറത്തേക്ക് വരാൻ തുടങ്ങുന്നതിനെയാണ് ഈ പരാ എന്ന് പറയുന്നത്. അപ്പോൾ ആ ശക്തി വികസിച്ചിട്ടില്ല, വികസിച്ച് മുകളിലോട്ട് വരും. ആ വരാൻ വെമ്പി നിൽക്കുന്ന ആ ശക്തിയാണ് പരാ. അപ്പോൾ പരാ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിൽ വാഗ്രൂപിണിയായി, പരയായി, എല്ലാത്തിനും അതീതയായി സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥം. അത് കഴിഞ്ഞത് ആ മൂലാധാരത്തിൽ നിന്ന് പതുക്കെ മുകളിലോട്ട് വരും. മൂലാധാരം കഴിഞ്ഞാൽ ഏതാ? സ്വാധിഷ്ഠാനം. അപ്പോൾ ആ സ്വാധിഷ്ഠാനം, ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് കഴിയുമ്പോഴാണ് പരാശക്തിയായി മാറുന്നത്. അപ്പോൾ അതുവരേക്കും അത് സ്വാധിഷ്ഠാനത്തിലേക്ക് വരുമ്പം പ്രത്യക്ഷിതീരൂപ എന്ന് വരും. അതായത് ഇന്ദ്രിയങ്ങൾക്ക് പ്രതികൂലമായി ചിത്സ്വരൂപിണിയായി ഇരിക്കുന്നവൾ. അത് മുകളിലേക്ക് വികസിച്ചിങ്ങനെ സ്വാധിഷ്ഠാനത്തിലേക്ക് വരാൻ വേണ്ടി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ രൂപത്തെയാണ് പ്രത്യക്ഷിതീരൂപ എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അങ്ങനെ വികസിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ മുകളിലേക്ക്. അതായത് ചിത്സ്വരൂപിണിയായി, ചിത്സ്വരൂപിണിയായി ഇരിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് കാണാനും പറ്റില്ല. അങ്ങനെയുള്ള രൂപമാകുമ്പോൾ പ്രത്യക്ഷിതീരൂപ എന്ന, പ്രത്യേക എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ചിത്രൂപിണിയായി ഇരിക്കുന്നവൾ എന്നർത്ഥം. അത് കഴിഞ്ഞ് ആ സ്വാധിഷ്ഠാനത്തിൽ തന്നെ അത് ഇരുന്ന് വികസിക്കുന്നു. അതിൽ നിന്ന് മുകളിലേക്ക് വികസിച്ച് വരുന്നു. മൂലാധാരത്തിൽ നിന്ന് വികസിച്ച് മുകളിലേക്ക് നോക്കുന്നവളായി, അതായത് പുറത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നതിനെ പശ്യന്തി എന്ന് പറയുന്നു. അതായത് മുകളിലേക്ക് വരാനായി നോക്കി നിൽക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പുറത്തേക്ക് വരാനായിട്ട് നമ്മൾ പുറത്തു പോകാൻ വേണ്ടി ഒരു സ്ത്രീ എങ്ങനെയാണോ കുളിച്ചൊരുങ്ങി നിൽക്കുന്നത്, അതേപോലെ പുറത്തേക്ക് വരാനായി, അതായത് പുറത്തേക്ക് പോകാൻ വേണ്ടി എങ്ങനെയാണോ ഒരുങ്ങി നിൽക്കുന്ന അതുപോലെ ആ സ്വാധിഷ്ഠാനത്തിൽ വന്ന് സ്വാധിഷ്ഠാനത്തിൽ നോക്കുന്നു. അങ്ങോട്ട് നോക്കി അങ്ങനെ നിൽക്കുന്നു. എന്നാൽ സ്വാധിഷ്ഠാനത്തിൽ എത്തിയോ? അതില്ലതാനും. അപ്പം അങ്ങനെ നിൽക്കുന്ന ആ രൂപമാണ് പശ്യന്തി. ഇനി എന്നാൽ സ്വാധിഷ്ഠാനത്തിൽ നിന്ന് പുറപ്പെട്ടു, പക്ഷെ അനാഹതത്തിൽ എത്തിയിട്ടുമില്ല. അങ്ങനെയുള്ള രൂപം മധ്യത്തിൽ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. മൂലാധാരത്തിൽ നിന്ന് പുറപ്പെട്ടു, സ്വാധിഷ്ഠാനത്തിൽ എത്തി, അവിടെ നിന്നിട്ട് പശ്യന്തി നോക്കുന്നു. അപ്പോൾ പശ്യന്തി എന്ന രൂപം വന്നു. ഇനി അവിടെ നിന്നിട്ട് അത് ഇതിലേക്ക് അനാഹതത്തിലേക്ക് എത്തിയിട്ട് അടുത്ത ചക്രമാണ്, അല്ലെങ്കിൽ അടുത്ത ഭാഗമാണ് അനാഹതം. മൂലാധാരം കഴിഞ്ഞ് സ്വാധിഷ്ഠാനത്തിൽ നിന്ന് പുറപ്പെട്ടു, പക്ഷേ അനാഹതം വരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് മധ്യമ. പിന്നെ അത് തൊണ്ടയിൽ കൂടി വൈഖരിയായിട്ട് ആ വിശുദ്ധി ചക്രത്തിൽ എത്തുന്നു. അന്നേരം അത് വൈഖരിയായി മാറും. വൈഖരി എന്ന് പറഞ്ഞാൽ അക്ഷരരൂപത്തിൽ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ചെവി കൊണ്ട് കേൾക്കാവുന്ന ഒരവസ്ഥ, അതിനെ വൈഖരി എന്ന് പറയാം, ആ ശബ്ദം പുറത്തേക്ക് വരുന്നതിനെ. അപ്പം പരാ എന്ന് പറഞ്ഞാൽ ആ വാക്രൂപിണിയായി ഉള്ളിൽ ഇരിക്കുന്ന ആ ദേവിയെ പരാ എന്നും, അവിടുന്ന് പതുക്കെ പുറപ്പെട്ട് മൂലാധാരത്തിലാണ് ഇരിക്കുന്നത്. ആ മൂലാധാരത്തിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് വന്ന് അടുത്ത അടുത്ത ഇതിലേക്ക് അടുത്ത ആധാരം സ്വാധിഷ്ഠാനം, അതിലേക്ക് വരാനായി പുറപ്പെടുന്നു.
എന്നിട്ട് ഇന്ദ്രിയങ്ങൾക്ക് പ്രതികൂലമായി അതായത് ഇതാകുന്നു, പ്രതികൂലമായി ഇരിക്കുന്നു. അത് വികസിക്കാൻ തുടങ്ങുന്നു, അത്രയേ ഉള്ളൂ, വികസിച്ചിട്ടില്ല. ആ രൂപത്തിനെ പ്രത്യേക ചിതീരൂപ, ചിത്തുരൂപിയായി ഉള്ളിലിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ മേലാതെ ആ ഇരിക്കുന്ന രൂപത്തെ പ്രത്യേക ചിതീരൂപ എന്നും, അടുത്ത് അവിടെ നിന്നും പുറപ്പെട്ട് സ്വാധിഷ്ഠാനത്തിൽ നിന്ന് പുറപ്പെട്ട് മുകളിലേക്ക് നോക്കുന്നവളായിട്ട്, പിന്നെ പുറത്തേക്ക് വരണ്ടേ, അതിനു വേണ്ടി നോക്കുന്നവളായി നിൽക്കുന്ന ആ ദേവിയെ പശ്യന്തി എന്നും, അതായത് മൂലാധാരത്തിൽ നിന്ന് പുറപ്പെട്ടു വികസിച്ച് മുകളിലേക്ക് നോക്കുന്നവളായിട്ട് പശ്യന്തി. പിന്നെ അത് കഴിഞ്ഞ് ആ സ്വാധിഷ്ഠാനത്തിലെത്തിയത്, സ്വാധിഷ്ഠാനത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, എന്നാൽ അടുത്ത ആധാരം വരെ എത്തിയില്ല, അനാഗതം വരെ എത്തിയില്ലാത്ത ആ സ്ഥിതിയിൽ നിൽക്കുന്ന ദേവിയെ മധ്യമ എന്നും പറയാം. അപ്പം ഇത് 4 ഇതാണ്. പരായെന്നും പ്രത്യക്ഷിതീരൂപ എന്നും പശ്യന്തി എന്നും മധ്യമ എന്നും. അടുത്തത് ആ അനാഗതത്തിൽ എത്തിയതിന് ശേഷം മധ്യത്തിൽ വന്നിട്ട് തൊണ്ടയിൽ അടുത്ത സ്ഥാനം വിശുദ്ധി ജ്ഞാനാണ്. ആ വിശുദ്ധി സ്ഥാനം അങ്ങോട്ട് വരുമ്പോൾ, വിശുദ്ധി സ്ഥാനത്തെത്തുമ്പോൾ അത് അക്ഷരമായിട്ട് നമ്മുടെ തൊണ്ടയിൽ കൂടി ചെവിക്ക് കേൾക്കാവുന്ന രൂപത്തിലൊരു ശബ്ദമായിട്ട് പുറത്തു വരുന്നു. അപ്പോൾ അതിനെ വൈഖരി എന്ന് പറയുന്നു. ഇതാണ് വൈഖരി ദേവി. അതായത് ഓരോ സ്ഥാനത്തെത്തുമ്പോൾ അതിൻ്റെ ഓരോ ഇതാണ് ഈ പറയുന്ന പരായെന്നും പ്രത്യക്ഷിതീരൂപ എന്നും പശ്യന്തി എന്നും മധ്യമ എന്നും വൈഖരി എന്നും. അപ്പോൾ തൊണ്ടയിൽ വിശുദ്ധി സ്ഥാനത്തെത്തുമ്പം വൈഖരി വിശേഷാൽ കരരൂപത്തിലിരിക്കുന്നത് കൊണ്ട് ആണ് വൈഖരി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് കരരൂപം? നമ്മുടെ അക്ഷരങ്ങളെ ഖരം, അതിഖരം, മൃദു, ഘോഷം, പിന്നെ അനുനാസികം, മൂക്കിൽ കൂടെ പറയുന്നത്, തൊണ്ടയിൽ കൂടി കേൾക്കുന്നത്, അണ്ണാക്കിൽ മുട്ടുന്നത്, അങ്ങനെ പല ഇതായിട്ടുണ്ട്. കരം എന്ന് പറഞ്ഞാൽ ക എന്ന അക്ഷരം അക്ഷരമാണ്. ഇനി ഇക്ക വരുമ്പോഴത്തേക്ക് ഖഗം എന്ന് പറയണമെങ്കിൽ ആ ഇക്ക അതിഖരമാണ്. പിന്നെ നമ്മൾ ഗ എന്ന് പറഞ്ഞാൽ അത് മൃദുവാണ്. ഇനി അതിനെ ഇരട്ടിച്ചാലോ ഇഗ്ഗായാകുമ്പോൾ അത് ഘോഷമാകും. പിന്നെ അടുത്തത് ങ്ങായാണ്. അപ്പോൾ ക ഇക്ക ഗ ഇഗ്ഗ ങ്ങ. ആ ങ്ങാന്ന് വരുമ്പോൾ അത് നമ്മൾ അനുനാസികം എന്ന് പറഞ്ഞാൽ നാസികയിൽ കൂടി മൂക്കിൽ കൂടി പറയേണ്ടത് അനുനാസികമായി മാറുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോ ഇന്ദ്രിയങ്ങളിലും അല്ലെങ്കിൽ ഓരോ സ്ഥാനത്തും ഓരോ ദേവിയായി ഇരുന്നാണ് ഈ അക്ഷരം ശബ്ദം പുറത്തേക്ക് വരുന്നത്. ആ ശബ്ദത്തെയാണ് ഈ പറയുന്നത്. വാക്രൂപിണിയായി എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു പരയായിട്ട്. അത് കഴിഞ്ഞ് അത് മുകളിലേക്ക് വികസിച്ച് വന്ന് ചിതീരൂപയായി എല്ലാവരുടെയും ചിത്തിൽ പുറത്തേക്ക് വരാനായി വെമ്പിട്ട് നിന്നും മുകളിലോട്ട് നോക്കി നിൽക്കുന്നു. അതിനെ പശ്യന്തി എന്നും, പിന്നെ അവിടുന്ന് മൂലാധാരത്തിൽ നിന്ന് പുറപ്പെട്ട് വികസിച്ച് പുറത്തേക്ക് വരുന്നതിനെ പശ്യന്തി എന്നും, അവിടെ നിന്നും പുറപ്പെട്ടു അനാഗതം വരെ എത്തിയിട്ടുമില്ല, ഇടയ്ക്ക് വന്ന് നിന്നതുകൊണ്ട് മധ്യമ എന്നും, പിന്നെ അത് അവിടെ നിന്നും പുറപ്പെട്ട് നമ്മുടെ വിശുദ്ധി സ്ഥാനം വരെ എത്തുമ്പോൾ അത് ശബ്ദമായി പുറത്തു വരുന്നത് കൊണ്ട് വിശേഷാൽ കരമായിരിക്കുന്ന രൂപത്തിൽ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതുകൊണ്ട് അതിനെ വൈഖരി എന്നും പറയുന്നു. ഇതൊക്കെ ഓരോ അവസ്ഥയാണ്. ആ ചെവി കൊണ്ട് കേൾക്കാവുന്ന അവസ്ഥ, അതിനെയാണ് വൈഖരി എന്ന് പറയുന്നത്. അതുവരെ ഇത് ആർക്കെങ്കിലും കേൾക്കുമോ എടുക്കുമോ എന്നതെങ്കിലും ചെയ്യാവോ? നമ്മുടെ ശബ്ദം എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നതെന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ 4-5 ഇതിൽ കൂടിയാണ് 5 ദേവിമാർ 5 രൂപത്തിലിരുന്നിട്ടാണ് നമ്മളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹമില്ലെങ്കിൽ നമ്മൾക്ക് ശബ്ദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ശബ്ദം എങ്ങനെയാണ് നമ്മുടെ തൊണ്ടയിൽ കൂടി വരുന്നതെന്നാണ് ഇപ്പം ഈ പറഞ്ഞത്. അപ്പോൾ ഈ ദേവിയുടെ അനുഗ്രഹം നമുക്കെല്ലാത്തിനും വേണം.
പിന്നെ അടുത്ത നാമമാണ് പരദേവത. പരദേവത എന്ന് പറഞ്ഞാൽ പര എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്, ഉത്കൃഷ്ടമായത് എന്നൊക്കെ അർത്ഥം. പിന്നെ അത് പരദേവതയായി മാറുന്നു, പരാശക്തിയായി മാറുന്നു. അപ്പോൾ പരാശക്തി ആകുന്നതുവരെ ഏതൊക്കെ അവസ്ഥയായിരുന്നു എന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ പഠിച്ചത്. അപ്പോൾ പരദേവത എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടയായ ദേവത, പരാശക്തി എന്ന് അർത്ഥം. ഇനി അടുത്ത നാമം ഇതൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്താണ്? ഭക്തമാനസഹംസിക. ഭക്തന്മാരുടെ മനസ്സിൽ ഹംസമായിരിക്കുന്നവൾ എന്ന് പറഞ്ഞാലോ, ഇപ്പം നമ്മുടെ കൈലാസത്തിൽ മാനസ സരസ്സുണ്ടല്ലേ, ആ മാനസ സരസ്സിൽ ഒരരയന്നപ്പെട എങ്ങനെയാണോ വിഹരിക്കുന്നത്, അതേപോലെ നമ്മളുടെയൊക്കെ മനസ്സിൽ, നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഭക്തന്മാരുടെ മനസ്സിൽ ഒരരയന്നപ്പെടയെ പോലെ ദേവി വിഹരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഭക്തന്മാരുടെ മനസ്സിൽ അരയന്നപ്പിടയായി ഇരിക്കുന്നു ദേവി, ഒരു ഹംസമായി ഇരിക്കുന്നവൾ എന്ന് ഈ നാമത്തിൻ്റെ അർത്ഥം. അപ്പം ഈ ശ്ലോകത്തിൽ പര, എല്ലാവരുടെയും ഉള്ളിൽ പരയായിരിക്കുന്നവൾ, പ്രത്യക്ഷിതീരൂപ പ്രകർഷണ ഇന്ദ്രിയങ്ങൾക്ക് പ്രതികൂലമായിരിക്കുന്നവൾ, പശ്യന്തി അതായത് മൂലാധാരത്തിൽ നിന്ന് പുറപ്പെട്ട് അത് കാണാനായി മുകളിലേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ട് പശ്യന്തി എന്നും, പിന്നെ അവിടുന്ന് പുറപ്പെട്ടത് അനാഹതം വരെ മധ്യഭാഗത്തായിരിക്കുമ്പോൾ അതിനെ മധ്യമായെന്നും, പിന്നെ അത് വിശുദ്ധി സ്ഥാനത്തെത്തുമ്പോൾ പരദേവതയായി വൈഖരിയായി തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെ വൈഖരി എന്നും, പരദേവതയായി ഉത്കൃഷ്ടയായ ദേവതയായിരിക്കുന്ന പരാശക്തിയായും ഭക്തന്മാരുടെ മനസ്സിൽ അരയന്നപ്പെടയെ പോലെ വിഹരിക്കുന്നവളുമായിരിക്കുന്ന ഭക്തമാനസാംസിക, ഇങ്ങനെ നാമങ്ങൾ. അപ്പം ഈ ശ്ലോകം പരാപ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമ വൈഖരീരൂപ ഭക്തമാനസഹംസിക. അടുത്ത ശ്ലോകം കാമേശ്വര പ്രാണനാടി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത. 6 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. കാമേശ്വര പ്രാണനാടി, കൃതജ്ഞ, കാമപൂജിത, ശൃംഗാരരസസമ്പൂർണ, ജയ, ജാലന്ധരസ്ഥിത. 6 നാമങ്ങൾ. കാമേശ്വര പ്രാണനാടി, കാമേശ്വരൻ മഹാദേവനാണ്. അപ്പോൾ കാമേശ്വരൻ്റെ പ്രാണനാടിയായിരിക്കുന്നവൾ, കാമേശ്വരൻ മഹാദേവൻ, മഹാദേവൻ്റെ പതിവ്രതയായ പ്രാണനായി ഇരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് കാമേശ്വര പ്രാണനാടി എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം കൃതജ്ഞ. കൃതം ജാനാതി ഇത് കൃതജ്ഞ. കൃതം, കൃതം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കൃതം. അപ്പോൾ ആ കൃതങ്ങളെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അറിയുന്നവളാണ് ദേവി. അറിഞ്ഞിട്ടോ അതിന് ആ കർമ്മങ്ങളുടെ ഫലം പുണ്യമായാലും പാപമായാലും തിരിച്ചറിഞ്ഞ് അതിന് അർഹിക്കുന്ന തരത്തിൽ ഫലം നൽകുന്നതും ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് കൃതജ്ഞ എന്ന് പേര്. പുണ്യഭാവ ഫലങ്ങളെ അറിഞ്ഞ് ഫലം നൽകുന്നവൾ, അതായത് നമ്മൾ ചെയ്യപ്പെടുന്നതെല്ലാം അറിയുന്നവൾ, എല്ലാം അറിയുന്നവൾ. നമ്മളോർക്കും ഒന്നും ആരും കാണുന്നില്ല നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന്. എന്നാൽ ദേവിയുടെ കണ്ണുകൾ എപ്പോഴും നമ്മളുടെ പുറകെയുണ്ട്. ദേവി എല്ലാം കാണുന്നുണ്ട്. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ നമ്മളോർക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല എന്നങ്ങനെയല്ല. അപ്പോൾ എല്ലാം അറിയുന്നവളാണ് ദേവി. അതുകൊണ്ട് നമ്മളുടെ കർമ്മങ്ങളെ അറിയുന്നു. ആ കർമ്മങ്ങൾ അറിഞ്ഞ് അതിൻ്റെ ഫലങ്ങൾ എങ്ങനെയൊക്കെ ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഫലം നൽകുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിക്ക് കൃതജ്ഞ എന്ന് പേര്. അടുത്ത നാമം കാമപൂജിത. കാമനാൽ പൂജിക്കപ്പെടുന്നവൾ. കാമൻ ആരാണ്? ആ മഹാദേവൻ ദഹിപ്പിച്ച കാമദേവൻ. ഇവിടെ
ആ കാമദേവനെ മഹാദേവൻ തൻ്റെ തൃക്കണ്ണുകൊണ്ട് ദഹിപ്പിച്ചിരുന്നു, ചാരമാക്കി കളഞ്ഞു. അപ്പോൾ രതീദേവി ദേവിയുടെ ഭക്തയാണ്. ഇവർ രണ്ടുപേരും, കാമദേവനും രതീദേവി, കാമദേവൻ്റെ ഭാര്യയാണ് രതീദേവി. രതീദേവിയും കാമദേവനും ദേവിയെ ഭജിച്ചിരുന്നു, ദേവിയുടെ ഭക്തന്മാരായിരുന്നു. അവർ പൂജ ചെയ്തിരുന്നു ദേവിക്ക്. അപ്പോൾ ദേവിയെ രതീദേവി പൂജിച്ച് സംതൃപ്തയാക്കി ദേവിയെ കൊണ്ട്, മഹാദേവനെ കൊണ്ട് പറയിപ്പിച്ച് ആ കാമദേവന് പുനർജന്മം കൊടുപ്പിച്ചു. ആ ഭസ്മമാക്കിയ കാമദേവനെ ജീവിപ്പിച്ചു. അപ്പം ആ ജീവിപ്പിക്കാൻ ദേവിയുടെ സഹായം വേണ്ടി വന്നു. അപ്പോൾ ആ രതീദേവി ഈ ദേവിയെ പൂജിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് കാമപൂജിത, കാമദേവനാൽ പൂജിക്കപ്പെട്ടവൾ, കാമദേവൻ തന്നെയല്ല, കാമദേവൻ്റെ ഭാര്യയായ രതീദേവിയും. പക്ഷേ പുനർജീവിപ്പിച്ചെങ്കിലും കാമദേവന് പിന്നെ ശരീരമില്ല. പക്ഷേ രതീദേവിക്ക് കാണാൻ സാധിക്കും. രതീദേവിക്ക് മാത്രം കാണാവുന്ന രൂപത്തിൽ പുനർജീവിപ്പിച്ചു കൊടുത്തു. അപ്പം ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം സാധിക്കും. അപ്പോൾ ദേവിയെ അതുകൊണ്ട് കാമദേവനും രതീദേവിയും പൂജിച്ചിരുന്നു ദേവിയെ. അതുകൊണ്ടാണ് കാമപൂജിത, കാമദേവനാൽ പൂജിക്കപ്പെട്ടവൾ എന്നർത്ഥം. അടുത്ത നാമം ശൃംഗാരരസ സമ്പൂർണ. ശൃംഗാരരസം, രസങ്ങൾ 9 രസങ്ങളുണ്ടല്ലേ, അതിലൊരു രസമാണ് ശൃംഗാരം. അതായത് നമ്മൾക്കൊക്കെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് ബന്ധപ്പെടാനും അവരെ അറിയാനും ഒക്കെയുള്ള വേദി ഒരുക്കുന്നത് ദേവിയാണ്. നമ്മളിലെല്ലാം ദേവി രാഗം അല്ലെങ്കിൽ ഒരു രസമാണ് ശൃംഗാരരസം. അങ്ങനെ രാഗത്തെ ജനിപ്പിച്ച് പരസ്പരം നമ്മളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും നമ്മളെയൊക്കെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നത് ദേവിയാണ്. അപ്പം നമ്മളിലൊക്കെ നമ്മുടെ ഭർത്താവിനെ ആയാലും നമ്മുടെ കൂടപ്പറപ്പുകളെ ആയാലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കാനുള്ള വഴിയൊരുക്കുന്നത് ദേവിയാണ്. ആ സ്നേഹം നമ്മളിൽ ഉണ്ടാക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് പേര് ശൃംഗാരരസ സമ്പൂർണ. ആ ശൃംഗാരരസം പൂർണ്ണമായിട്ട്, സമ്പൂർണമായി, സമ്യക്കായി പൂർണ്ണമായിട്ടുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് പേര് ശൃംഗാരരസ സമ്പൂർണ എന്ന്. അടുത്ത നാമം ജയ. ജയ എന്ന് പറഞ്ഞാൽ ജയം മാത്രം ശീലമായിട്ടുള്ളവൾ എന്നൊരർത്ഥം. കൂടാതെ ദേവി ശാക്തിക ഇതനുസരിച്ച് നോക്കുമ്പം വരാഹപർവ്വതം എന്നൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൽ ജയാദേവിയായി, ഒരു ജയ എന്ന് പറയുന്ന ദേവിയായി പൂജിക്കപ്പെടുന്നുണ്ട് ജയാദേവി. അതുകൊണ്ടും ജയ എന്ന് ദേവിക്ക് പേര്. അപ്പോൾ അങ്ങനെ ഒരു പേരുള്ളത് കൊണ്ടാണല്ലോ ജയ ജയ എന്ന് പറഞ്ഞ് ദേവിയെ പൂജിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും ജയ എന്ന് ദേവിക്ക് പേര്. അപ്പം ജയം ശീലമായിട്ടുള്ളവളെന്ന് നമുക്കെടുക്കാം. ജയം മാത്രമേ ദേവിക്കുള്ളൂ. ഒരിടത്തും ദേവിയായി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു കാര്യങ്ങൾ, സൃഷ്ടിസ്ഥിതി സംഹാരം തുടങ്ങി ആസുരവധം എല്ലാം തുടങ്ങി ദേവന്മാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒക്കെ ദേവിയാണ്. അവിടെ എങ്ങും ദേവിക്ക് ഒരു തോൽവിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദേവി ജയം മാത്രം ശീലമുള്ളവളായതുകൊണ്ട് ജയ എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം ജാലന്ധരസ്ഥിത. ജാലന്ധരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധി ചക്രത്തിൽ കണ്ഠത്തിലുള്ള ഒരു സ്ഥാനമാണ് ഈ ജാലന്ധരം. ആ ജാലന്ധരം എന്ന പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും എടുക്കും. ഒരു പീഠം, ജാലന്ധരം എന്ന് പറയുന്ന ഒരു പീഠം, ഒരു ഇരിപ്പിടം. ആ ഇരിപ്പിടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും, പിന്നെ വിശുദ്ധി ചക്രത്തിൽ കണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും രണ്ടർത്ഥം. അപ്പം ജാലന്ധരസ്ഥിതം, ജാലന്ധരം എന്ന പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, അത് കണ്ഠത്തിൽ വിശുദ്ധി ചക്രത്തിലാണ്. അതുകൊണ്ട് ദേവിക്ക് ജാലന്ധരസ്ഥിത എന്ന് പേര്. അപ്പോൾ ഈ ശ്ലോകത്തിൽ കാമേശ്വര പ്രാണനാടി, കാമേശ്വരൻ്റെ പ്രാണനാടിയായി ഇരിക്കുന്നവൾ, കാലൻ്റെ അതിദേവതയെന്നും പറയാം ദേവിയെ. അതുകൊണ്ടും ദേവിക്ക് അങ്ങനെ പേര് വരാം. അപ്പോൾ ഇവിടെ കാമേശ്വരൻ്റെ പ്രാണനായിരിക്കുന്നു. പതിവ്രതയായ പത്നിയായതുകൊണ്ട് കാമേശ്വര പ്രാണനാടി, കാമേശ്വരൻ്റെ
ായിരിക്കുന്ന ദേവി. അടുത്തത് കൃതജ്ഞ. കൃതങ്ങളെ അറിയുന്നവൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നവൾ, കാണുന്നവളാണ് ദേവി. അതുകൊണ്ട് കൃതജ്ഞ എന്ന്. കൃതം ജാനാതി ഇതി കൃതജ്ഞ, എല്ലാം അറിയുന്നവൾ എന്ന അർത്ഥത്തിൽ കൃതജ്ഞ എന്ന് ദേവിക്ക് പേര്. കാമപൂജിത, മഹാദേവനാൽ ദഹിപ്പിച്ച കാമദേവനെ പുനർജീവിപ്പിച്ച ആ കാമദേവനാൽ പൂജിക്കപ്പെട്ടവൾ ദേവി. അതുകൊണ്ട് ദേവിക്ക് കാമപൂജിത. അടുത്ത നാമം ശൃംഗാരരസസമ്പൂർണ. ശൃംഗാരരസം സമ്പൂർണമായിട്ടുള്ളവൾ ദേവി. എല്ലാവരിലും രാഗത്തെ ജനിപ്പിച്ച് പരസ്പരം സ്നേഹിപ്പിക്കുകയും ബന്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ദേവിക്ക് ശൃംഗാരരസ സമ്പൂർണ എന്ന് പേര്. അടുത്ത നാമം ജയ. വരാഹപർവ്വതത്തിൽ ജയാദേവിയായി പൂജിക്കപ്പെടുന്നവൾ എന്നും പിന്നെ ജയം മാത്രം ശീലമായുള്ളവൾ എന്നും അർത്ഥം. അടുത്ത നാമം ജാലന്ധരസ്ഥിത. ജാലന്ധരം എന്ന പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും കണ്ഠത്തിൽ വിശുദ്ധി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും അർത്ഥം. അപ്പോൾ ഈ ശ്ലോകം കാമേശ്വര പ്രാണനാടി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത. അടുത്ത ശ്ലോകം ഓഢ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത. 4 നാമങ്ങൾ, 8 അക്ഷരം വരുന്ന 4 നാമങ്ങൾ. ഓഢ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത. ആദ്യത്തെ നാമം ഓഢ്യാണപീഠനിലയ. ഓഢ്യാണം എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം എന്നർത്ഥമുണ്ട്. അപ്പോൾ അരഞ്ഞാണം പീഠം ആക്കി അതിൽ സ്ഥിതി ചെയ്യുന്നവൾ, അല്ലെങ്കിൽ അരഞ്ഞാണം വാസസ്ഥാനമാക്കിയിരിക്കുന്നവൾ എന്ന് ഒരർത്ഥം. പിന്നെ നമ്മളുടെ ഭ്രൂമധ്യത്തിൽ, ഭ്രൂ എന്ന് പറഞ്ഞാൽ പുരികങ്ങൾ, 2 പുരികങ്ങളുടെ മധ്യത്തിൽ ആജ്ഞാചക്രത്തിൽ, നമ്മൾ പൊട്ടു തൊടുന്ന ആ ഭാഗം, ആ ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും, അതായത് നെറ്റിയിൽ 2 പുരികങ്ങളുടെ മധ്യത്തിൽ 2 ദളമുള്ള ഒരു പത്മമുണ്ട്, 2 ദളമുള്ള താമര, അതിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും അർത്ഥം. അപ്പം ഓഢ്യാണ പീഠനിലയ, ഓഢ്യാണം പീഠനിലയമാക്കിയിരിക്കുന്നവളെന്നും ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും പുരികങ്ങളുടെ മധ്യത്തിൽ 2 ദളമുള്ള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും ഒക്കെ അർത്ഥം. ഓഢ്യാണ പീഠനിലയ. അടുത്തത് നിലയനം ചെയ്യാൻ പറഞ്ഞാൽ വസിക്കുക, താമസിക്കുക എന്നൊക്കെ അർത്ഥം. അടുത്ത നാമം ബിന്ദുമണ്ഡലവാസിനി. ബിന്ദു, നമ്മുടെ ശ്രീചക്രത്തിൽ ബിന്ദു ഉണ്ടല്ലേ, ബിന്ദുമണ്ഡലത്തിൽ താമസിക്കുന്നവൾ. ശ്രീചക്രത്തിൽ ഏറ്റവും മധ്യത്തിലുള്ള ആ ത്രികോണത്തിൻ്റെ മധ്യത്തിൽ ഒരു ബിന്ദുവുണ്ട്. ആ ബിന്ദുവിൽ ആരാധിക്കപ്പെടുന്നവൾ. അതായത് നമ്മുടെ കുണ്ടലിനി ഇതിൽ സർവാനന്ദമയ ചക്രം, മൂർധാവിൽ ബ്രഹ്മരന്ധ്രം എന്ന സ്ഥാനത്തുള്ള ബിന്ദുമണ്ഡലത്തിൽ ശിവനോട് ചേർന്ന് വസിക്കുന്നവൾ എന്നെടുക്കാം, താത്വിക തലത്തിലെടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ബിന്ദുമണ്ഡലത്തിൽ താമസിക്കുന്നവൾ എന്നർത്ഥം. പിന്നെ ശ്രീചക്ര ഉപാസന രീതിയിലെ ഏറ്റവും മധ്യത്തിലുള്ള ത്രികോണത്തിൻ്റെ മധ്യത്തിൽ ആ ബിന്ദുവിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും പറയാം. ആ സർവാനന്ദമയ ചക്രമായ കുണ്ടലിനിയിൽ മൂർധാവിൽ ബ്രഹ്മരന്ധ്രം എന്ന ബിന്ദുവിൽ, ആ ബിന്ദുമണ്ഡലത്തിൽ ശിവനോട് ചേർന്ന് വസിക്കുന്നവൾ എന്ന അർത്ഥത്തിലും ബിന്ദുമണ്ഡലവാസിനി എന്ന ദേവിക്ക് പേര്. അടുത്ത നാമം രഹോയാഗക്രമാരാധ്യ. രഹോയാഗം, രഹസ്യമായി യാഗം ചെയ്യുന്നു. അതെവിടെയാ? ഏകാന്തതയിൽ അന്തർമുഖരായി ഇരുന്ന് ആരാധിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവൾ. അതാരാണ് ചെയ്യുന്നത്? ഋഷീശ്വരന്മാരൊക്കെയാണ് ആ യാഗം ചെയ്യുന്നത്. നമ്മളൊക്കെ യാഗം ചെയ്യുമ്പോൾ ഒരു അഗ്നി ഉണ്ട ഉണ്ടാക്കി അതിൽ ഹോമദ്രവ്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. ഇവിടെ ഇവർ ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ, ചിതഗ്നികുണ്ഡത്തിൽ ജ്ഞാനാഗ്നിയിൽ തൻ്റെ തന്നെ പുണ്യപാപങ്ങളെ ഹോമിച്ച് യാഗം ചെയ്യുന്നു ഋഷീശ്വരന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ ദേവിയെ ആരാധിക്കപ്പെടുന്നു. രഹോയാഗക്രമാരാധ്യ, സഹസ്രാരദള പത്മത്തിൽ ഹൃദയത്തിൽ അല്ലെങ്കിൽ സഹസ്രാരദള പത്മത്തിൽ രഹസ്യത്തിൽ ശിവശക്തി ഐക്യത്തിലുള്ള ആ ധ്യാനത്തെ നമുക്ക് യാഗക്രമം എന്ന് പറയാം. രഹസ്സിലുള്ള എന്ന് പറഞ്ഞാൽ ഏകാന്തത, രഹസ്സിലുള്ള യാഗക്രമം, അന്തർമുഖരായി നടത്തുന്ന യാഗം. അത് ഏത് കുണ്ടത്തിലാണ് ചെയ്യുന്നത്? ചിദഗ്നി കുണ്ടത്തിൽ. അവിദ്യയാകുന്ന അന്ധകാരം അതിൽ ഹോമിക്കുന്നു. നമുക്കറിയാൻ മേലാത്ത അജ്ഞാനത്തെ ഹോമിക്കുന്നു. എന്നിട്ട് ജ്ഞാനത്തെ, ആ പുണ്യപാപങ്ങളെയെല്ലാം അതിൽ ഹോമിച്ചിട്ട് നമ്മൾ അത് ഋഷീശ്വരന്മാരാണ് ചെയ്യുന്നത്. ഋഷിമാരൊക്കെ ആന്തരികമായി ചെയ്യുന്ന യാഗങ്ങൾ, അതായത് നമ്മുടെ ഇന്ധനമൊന്നുമില്ലാതെ ജ്ഞാനമാകുന്ന ചിത്താകുന്ന അഗ്നിയിൽ അവിദ്യയാകുന്ന അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നു. അതായത് നമ്മളിലൊക്കെ ഉള്ളിലുള്ള ആ ശത്രു അതാണ്. അപ്പം ശത്രുവായ ചിദഗ്നിയിൽ ഒരു 36 തത്വങ്ങൾ ഹോമിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ സൃഷ്ടി നടക്കുന്നത്. അതുകൊണ്ട് ദേവിക്ക് രഹോയാഗക്രമാരാധ്യ എന്ന് പേര്. അടുത്ത നാമം, അതായത് ഭൂമി മുതൽ ശിവൻ വരെ 36 തത്വങ്ങൾ. 36 തത്വം എന്നാന്നൊക്കെ നോക്കണേ ഭാഗവതം പഠിക്കണം. അപ്പോൾ നമ്മൾക്ക് ഭൂമി മുതൽ ശിവൻ വരെയുള്ള ഇതെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ യാഗങ്ങളാണ്. അതും ഏകാന്തതയിൽ അന്തർമുഖരായി ഋഷീശ്വരന്മാരൊക്കെ നടത്തുന്ന യാഗം. സ്വന്തം ചിത്താകുന്ന അഗ്നിയിൽ നമ്മളുടെ പാപപുണ്യങ്ങളാകുന്ന അജ്ഞാനങ്ങളെയെല്ലാം അതിൽ ഹോമിച്ച് നടത്തുന്ന ആ യാഗം, അതാണ് രഹോയാഗം. അതിൽ ആരാധ്യയായവളാണ് ദേവി, രഹോയാഗ ക്രമാരാധ്യ. ഇനി അടുത്ത നാമം രഹസ്തർപ്പണതർപ്പിത, രഹസ്യമായി ചെയ്യുന്ന തർപ്പണങ്ങളാൽ തൃപ്തിപ്പെടുന്നവൾ, തർപ്പിതയാകുക. എല്ലാം ദേവിയിൽ സമർപ്പിച്ച് നമ്മൾ ചെയ്യുന്നതാണ് തർപ്പണം. തർപ്പണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക, എല്ലാം ദേവിയുടെ മാനിഫെസ്റ്റേഷൻ. അപ്പം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ദേവിയിൽ തന്നെ നമ്മൾ അർപ്പിക്കുക, അതാണ് തർപ്പണം. അപ്പം അതിൽ തൃപ്തിപ്പെടുന്നവളാണ് ദേവി. ഇനി ശ്രീവിദ്യാ ഉപാസനാ മാർഗങ്ങൾ രഹസ്യമാണ്. അത് ആ ഉപാസനാ മാർഗത്തിലാണ് ഈ രഹസ്യ തർപ്പണം എന്നൊക്കെ പറയുന്നത്. ആ രഹസ്യമാണത്. അത് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ശ്രീവിദ്യാ ഉപാസന അത് നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന്, അറിയുന്ന വലിയ വലിയ ഗുരുക്കന്മാരിൽ നിന്ന് നേടേണ്ടതാണ്. അത് നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. ഇവിടെ രഹസ്യമായി ചെയ്യുന്ന തർപ്പണത്തിൽ സന്തുഷ്ടയാണ് ദേവി, അതിൽ തൃപ്തിപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ രഹസ്തർപ്പണതർപ്പിത എന്ന് ദേവിക്ക് പേര്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഓഡ്യാണപീഠ നിലയ എന്ന് പറഞ്ഞാൽ ഓഡ്യാണപീഠം നിലയമാക്കിയിരിക്കുന്നവൾ എന്നർത്ഥം. താത്വിക തലത്തിൽ പോയാൽ നെറ്റിയിൽ നമ്മളുടെ ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രത്തിൽ മധ്യത്തിലുള്ള ബിന്ദുവിൽ ആ പീഠത്തിൽ നിലകൊള്ളുന്നവൾ, സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. ബിന്ദുമണ്ഡലവാസിനി, ബിന്ദുമണ്ഡലത്തിൽ താമസിക്കുന്നവൾ. ശ്രീചക്ര ഉപാസനയിലെ ആ ശ്രീചക്രത്തിൻ്റെ ഏറ്റവും മധ്യത്തിലുള്ള ത്രികോണത്തിൻ്റെ മധ്യത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം. സർവ ആനന്ദമയ ചക്രമാണത്. അതായത് കുണ്ടലിനി ഇതിൽ മൂർധാവിൽ ബ്രഹ്മരന്ധ്രം എന്ന സ്ഥാനത്ത് ബിന്ദുമണ്ഡലത്തിൽ ശിവനോട് ചേർന്നിരിക്കുന്നവൾ എന്നർത്ഥം. അടുത്ത നാമം രഹോയാഗ ക്രമാരാധ്യ. രഹസ്സിൽ എന്ന് പറഞ്ഞാൽ ഏകാന്തതയിൽ യാഗക്രമത്താൽ അന്തർമുഖരായി നടത്തുന്ന യാഗത്തിൽ, അതായത് ചിത്താകുന്ന അഗ്നിയിൽ ജ്ഞാനമാകുന്ന തൻ്റെ തന്നെ പുണ്യപാപങ്ങളെ ഹോമിക്കുന്ന യാഗം, അതിനെയാണ് രഹോയാഗം എന്ന് പറയുന്നത്. അതിൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ഋഷീശ്വരന്മാരൊക്കെ ആന്തരികമായി ചെയ്യുന്ന
ആ യാഗത്തിൽ ആരാധിക്കപ്പെടുന്നവൾ. അടുത്തത് രഹസ്തർപ്പണതർപ്പിത, രഹസ്യമായി ചെയ്യുന്ന തർപ്പണങ്ങളാൽ തൃപ്തിപ്പെടുന്നവൾ എന്നർത്ഥം. ശ്രീവിദ്യാ ഉപാസന മാർഗങ്ങൾ രഹസ്യമാണ്. ആ രഹസ്യമായ ഇതിൽ തർപ്പിതയാകുന്നവൾ, തൃപ്തിപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് രഹസ്തർപ്പണതർപ്പിത. അപ്പം ഈ ശ്ലോകം ഓഡ്യാണ പീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗ ക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത. അടുത്ത ശ്ലോകം സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷഡ്ഗുണ്യപരിപൂരിത. ഇതിൽ 5 നാമങ്ങൾ. സദ്യപ്രസാദിനി ഒരു നാമം, വിശ്വസാക്ഷിണി രണ്ടാമത്തെ നാമം, സാക്ഷിവർജിത മൂന്നാമത്തെ നാമം, ഷഡംഗദേവതായുക്ത നാലാമത്തെ നാമം, ഷഡ്ഗുണ്യപരിപൂരിത 5ാമത്തെ നാമം. ഇതിൽ ആദ്യത്തെ നാമം സദ്യപ്രസാദിനി. സദ്യ നമ്മൾ ഉണ്ണുന്ന സദ്യയാണോ? അല്ല. ഇവിടെ സദ്യ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പെട്ടെന്ന്, ഉടനെ തന്നെ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഉടനെ പ്രസാദിക്കുന്നവൾ എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ഉടനെ പ്രീതിപ്പെടും ദേവി. ക്ഷിപ്രപ്രസാദിനിയാണ് എന്നർത്ഥം, പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ. ഇനി വിശ്വസാക്ഷിണി, വിശ്വത്തിന് മുഴുവൻ സാക്ഷിയായിരിക്കുന്നവൾ. അതായത് തടസ്സമില്ലാതെ എല്ലാം നേരിട്ട് കാണുന്നുണ്ട് ദേവി. സാക്ഷാത് കാണുന്നവൾ സാക്ഷിണി എന്ന്, എല്ലാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ വിശ്വസാക്ഷിണി. വിശ്വം ലോകമാണ്. അപ്പം ലോകത്തിന് മുഴുവൻ സാക്ഷിയായിരിക്കുന്നതുകൊണ്ട് ദേവിക്ക് വിശ്വസാക്ഷിണി എന്ന് പേര്. അടുത്ത നാമം സാക്ഷിവർജിത. ഇനി ദേവിക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടോ സാക്ഷിയായിട്ട്? കാണാൻ ഇല്ല. അപ്പോൾ ദേവിക്ക് മുകളിൽ ആരുമില്ലാത്തവൾ, തന്നെ കാണാൻ അന്യരായി ആരുമില്ലാത്തതുകൊണ്ട് ദേവി സാക്ഷിവർജിതയാണ്, അദ്വൈതയാണ് ദേവി. രണ്ടാമതൊരാളില്ല, അതുകൊണ്ട് സാക്ഷിവർജിത. ഇനി അടുത്ത നാമം ഷഡ് അംഗദേവതായുക്ത. ഷഡ് എന്ന് പറഞ്ഞാൽ 6 അംഗദേവതമാർ, 6 അംഗദേവതമാരോട് കൂടിയവൾ. അതായത് 6 അംഗദേവതകളോട് കൂടിയിരിക്കുന്നവൾ. ഇവിടെ 6 അംഗങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങളിലെ 6 അംഗങ്ങളാണ്. അതെന്തൊക്കെയാണ്? ശിക്ഷ, കൽപ്പം, ഛന്ദസ്, നിരുദ്ധം, വ്യാകരണം, ജ്യോതിഷം, ഇങ്ങനെ തുടങ്ങി 6 അംഗങ്ങൾ. ഏതൊക്കെയാ? ശിക്ഷ, കൽപ്പം, ഛന്ദസ്, പിന്നെ നിരുദ്ധം, വ്യാകരണം, ജ്യോതിഷം. ഈ 6 എണ്ണം. ഈ 6 എണ്ണത്തിനും അതൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട് നമുക്ക്. 6 അംഗങ്ങൾക്ക് ഓരോ ദേവതമാർ. അപ്പോൾ 6 അംഗങ്ങൾക്ക് 6 ദേവതമാരല്ലേ? അപ്പോൾ 6 ദേവതമാരും ദേവിയെ സേവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആ ദേവതമാർ, ഓരോ അംഗങ്ങൾക്കും ഓരോ ദേവതമാരാകുമ്പോൾ നമ്മൾ ന്യാസം, ഈ കരന്യാസം, ഹൃദയം, കവചമൊക്കെ ഇല്ലേ, അതൊക്കെ അംഗങ്ങളാണ് ദേവിയുടെ. ഇപ്പോൾ ഹൃദയം നമ്മുടെ ദേവി മഹാത്മ്യത്തിലുണ്ട്. നവാംഗ ഇതായിട്ട് പഠിക്കുമ്പോൾ, നവാംഗ രൂപത്തിൽ ദേവി മഹാത്മ്യം പഠിക്കുവാണെങ്കിൽ 9 അംഗങ്ങളുണ്ട്. നമ്മൾ പഠിച്ചതോ ത്രയാംഗമാണ് നമ്മൾ പഠിച്ചത്. അതായത് ദേവിയുടെ 3 അംഗങ്ങൾ നമ്മൾ പഠിച്ചത് കവചം, അർഗളം, കീലകം, ഈ 3 എണ്ണം. അത് നവമമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ പഠിക്കണം? ഹൃദയം, കവചം, അർഗളം, കീലകം, ഹൃദയം, ദളങ്ങൾ, ഇങ്ങനെ 9 എണ്ണം പഠിക്കണം. നമ്മളതൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ ആ 9 കവചങ്ങൾ, കവചം കൂടെ കൂടി. അപ്പോൾ ഇവയോടൊക്കെ കൂടിയവൾ ആണ് ദേവി. അപ്പോൾ ദേവിയുടെ ഈ 6 അംഗങ്ങൾക്ക് 6 ദേവതമാർ, ഇവരോട് കൂടിയവൾ. ശിഖാദേവി, കവചദേവി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ആ ദേവിമാർ.
അപ്പം ശ്രീചക്രത്തിലെ ത്രികോണത്തിൽ ബിന്ദുവിൽ ദേവി ഇരിക്കുന്നു. ദേവിയെ 9 ആവരണങ്ങളിൽ, അതായത് 9 ആവരണം നവാംഗങ്ങൾ, ഇത് 6 ദേവതകൾ, 6 അംഗങ്ങളായതുകൊണ്ട് 6 ദേവതകൾ ചുറ്റും ദേവിയെ സേവിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് ഷഡംഗ ദേവതായുക്ത എന്ന് പേര്. 6 അംഗങ്ങൾ, 6 ദേവതമാർ. അടുത്തത് ഷാഡ്ഗുണ്യ പരിപൂരിത. ഇവിടെ 6 ഗുണങ്ങളാണ് പറയുന്നത്. അവിടെ അംഗങ്ങളായിരുന്നു. 6 അംഗങ്ങൾ, വേദങ്ങളിലെ 6 അംഗങ്ങൾ: ശിക്ഷ, കൽപ്പം, ഛന്ദസ്, നിരുദ്ധം, വ്യാകരണം, ജ്യോതിഷം. അത് 6 അംഗങ്ങൾ. ഇവിടെയോ, ഇവിടെ ഷാഡ്ഗുണ്യ പരിപൂരിത, 6 ഗുണങ്ങൾ. എന്തൊക്കെയാ 6 ഗുണങ്ങൾ? നമ്മൾ ഭഗങ്ങൾ പഠിച്ചിട്ടില്ലേ? 6 ഭഗങ്ങൾ പഠിച്ചു. ഭഗവതി, ഭഗവാൻ എന്നൊക്കെ പേര് വന്നത്. ഇവിടെ 6 ഗുണങ്ങൾ പരിപൂർണമായിട്ടുള്ളവൾ. ഏതൊക്കെയാ ഗുണങ്ങൾ? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഇതാണ് 6 ഗുണങ്ങൾ. അതായത് ഇതിനെയാണ് ഭഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗങ്ങളെല്ലാം തികഞ്ഞവൾ ഭഗവതി, ഭഗങ്ങളെല്ലാം തികഞ്ഞവൻ ഭഗവാൻ. ഇവിടെ ഷാഡ്ഗുണ്യ പരിപൂരിത, ഈ 6 ഗുണങ്ങളുള്ളവൾ ദേവി. അതുകൊണ്ട് ദേവിക്ക് ഷാഡ്ഗുണ്യ പരിപൂരിത. ഈ ശ്ലോകത്തിൽ സത്യപ്രസാദിനി, പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ, വിശ്വസാക്ഷിണി, വിശ്വത്തിന് മുഴുവൻ സാക്ഷിയായിരിക്കുന്നവൾ, സാക്ഷിവർജിത, ദേവിക്ക് മുകളിൽ ആരും സാക്ഷിയായിട്ടില്ല, ആരുമില്ലാത്തവൾ, ഷഡംഗദേവതായുക്ത, 6 അംഗദേവതകളോട് കൂടിയിരിക്കുന്നവൾ, ഷാഡ്ഗുണ്യ പരിപൂരിത, 6 ഭഗങ്ങൾ തികഞ്ഞവൾ, 6 ഗുണങ്ങളോട് കൂടിയവൾ. അപ്പോൾ ആ 6 ഗുണങ്ങൾക്കും ഓരോ ഇതുണ്ടല്ലേ? 6 ഗുണങ്ങൾ: ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഇതെല്ലാം തികഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് ഭഗവതി എന്ന പേര്, ഷാഡ്ഗുണ്യ പരിപൂരിത. അപ്പോൾ ഈ ശ്ലോകം സത്യപ്രസാദിനി, വിശ്വസാക്ഷിണി, സാക്ഷിവർജിത, ഷഡംഗദേവതായുക്ത, ഷാഡ്ഗുണ്യ പരിപൂരിത. അടുത്ത ശ്ലോകം നിത്യക്ലിന്ന, നിരുപമ, നിർവാണ സുഖദായിനി, നിത്യ ഷോഡശിഖാരൂപ, ശ്രീകണ്ഠാർത്ഥശരീരിണി. ഇതിൽ 5 നാമങ്ങളാണ്. നിത്യക്ലിന്ന, നിരുപമ, നിർവാണ സുഖദായിനി, നിത്യ ഷോഡശിഖാരൂപ, ശ്രീകണ്ഠാർത്ഥശരീരിണി. ഇവിടെ നിത്യക്ലിന്ന, ക്ലിന്നം എന്ന് പറഞ്ഞാൽ ക്ലേദനം എന്നൊക്കെ പറഞ്ഞാൽ നനയ്ക്കുക, ആർദ്രമാക്കുക, അലിയുക എന്നൊക്കെ. ഇവിടെ എപ്പോഴും ആർദ്രഭാവത്തോടു കൂടിയവളാണ് ദേവി. അതുകൊണ്ടാണ് നിത്യക്ലിന്ന എന്ന ദേവിക്ക് പേര്. സദാ ആർദ്രയായവൾ, കരുണാമയിയായിരിക്കുന്നവൾ, എല്ലാവരോടും ദയയുള്ളവൾ, അലിവുള്ളവൾ എന്നൊക്കെ അർത്ഥത്തിൽ നിത്യക്ലിന്ന, നിത്യവും അലിവുള്ളവൾ, ദയയുള്ളവൾ എന്നൊക്കെ അർത്ഥം. അടുത്ത നാമം നിരുപമ. ദേവിയെ ഉപമിക്കാൻ പറ്റില്ല. ദേവി അങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊന്നും ഉപമിക്കാൻ പറ്റില്ല, തുലനം ചെയ്യാൻ പറ്റില്ല. അതുല്യാണ് ദേവി. അപ്പം നിരുപമ, ഉപമ ഇല്ലാത്തവൾ. നമ്മൾ ഏത് രൂപത്തിൽ ദേവിയെ കണ്ടു ഭജിക്കുന്നുവോ ആ രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെടും. അല്ലാതെ ഇന്ന രൂപത്തിൽ ദേവി ഇരിക്കുന്നു എന്ന് ഇല്ല. അപ്പം നിരുപമ. അതുകൊണ്ടല്ലേ നമ്മൾക്ക് ദേവിയുടെ രൂപം തന്നിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ആ രൂപത്തിൽ കണ്ടാൽ ആ രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടും ദേവി. അപ്പം നിരുപമ, ഉപമ ഇല്ലാത്തവൾ. അടുത്ത നാമം നിർവാണ സുഖദായിനി. നിർവാണം, നിർവാണം എന്ന് പറഞ്ഞാൽ, വാണം എന്ന് പറഞ്ഞാൽ പ്രാരബ്ധം. അപ്പം നിർവാണം, പ്രാരബ്ധമില്ലാത്ത അവസ്ഥ. അതെന്താണ്? മോക്ഷം അല്ലേ? അപ്പോൾ സുഖത്തെ, നിർവാണ സുഖത്തെ ദാനം ചെയ്യുന്നവൾ, അതായത് മോക്ഷത്തെ ദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ നിർവാണ സുഖദായിനി എന്ന്, ആ നിർവാണ സുഖത്തെ ദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ നിർവാണ സുഖദായിനി. അത് നിർവാണ സുഖം മോക്ഷം തന്നെയാണ്.
മോക്ഷത്തെ ദാനം ചെയ്യുന്നവൾ. അടുത്ത നാമം നിത്യ ഷോഡശികാരൂപ. നിത്യ എന്നൊരു പേരാണ് ദേവിയുടെ. അപ്പം നിത്യ തുടങ്ങിയ ദേവതകളുടെ ദിനദേവതകളുടെ നിത്യ ഓരോ ദിനം പ്രഥമ തുടങ്ങി 15 ദിവസങ്ങളല്ലേ, 16 രൂപത്തോടു കൂടിയവൾ. അതായത് നിത്യ, പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ഇങ്ങനെ പോകും 15 അല്ലേ. അത് ആ 16 ദിവസങ്ങൾക്കും, അതിനെ തിഥി എന്ന് പറയും സംസ്കൃതത്തിൽ. ആ 15 തിഥികൾക്കും ആ ദിവസങ്ങൾക്ക് 15 ദിവസങ്ങൾക്കും ഓരോ ദേവതമാരെ. 16ാമത്തെ നിത്യ. അപ്പോൾ അങ്ങനെ ത്രിപുര സുന്ദരിന്ന് കൂടിയിട്ട് ദേവിക്ക് 16 ദേവതകൾ. അതായത് ആ 16 ദിവസത്തിനും ഓരോ ദിവസത്തിനും ഓരോ ദേവതമാർ അവരോട് കൂടിയിരിക്കുന്നു. അപ്പം ഷഡ് എന്ന് പറഞ്ഞാൽ 6ഉം ദശം എന്ന് പറഞ്ഞാൽ 10ഉം. അപ്പം ഷഡ് ദശമാണ് ഷോഡശമായി മാറിയത്. അപ്പം 10 + 6 16 രൂപങ്ങൾ, രൂപത്തോടു കൂടിയവൾ എന്നർത്ഥം. പ്രഥമ മുതൽ, അതാ 1, 2 ഈ പ്രഥമ. 1ാമത്തെ ദിവസം 1-ാം തീയതിയെ പ്രഥമ എന്ന് പറയും. 2ാം ദിവസത്തെ 2ാം തീയതിയെ ദ്വിതീയ എന്ന് പറയും. 3ാം തീയതിയെ തൃതീയ എന്ന് പറയും. 4ാം തീയതിയെ ചതുർത്ഥി എന്ന് പറയും. 5ാം തീയതിയെ പഞ്ചമി എന്ന് പറയും. 6ാം തീയതിയെ ഷഷ്ടി എന്ന് പറയും. 7ാം തീയതിയെ സപ്തമി എന്നും 8ാം തീയതിയെ അഷ്ടമി എന്നും 9ാം തീയതിയെ നവമി എന്നും 10ാം തീയതിയെ ദശമി എന്നും 11ാം തീയതി ഏകാദശി എന്നും 12ാം തീയതിയെ ദ്വാദശി എന്നും 13ാം തീയതി ത്രയോദശി എന്നും 14ാം തീയതിയെ ചതുർദശം എന്നും 15ാം തീയതിയെ പഞ്ചാദശ എന്നും പറയും അല്ലേ. അങ്ങനെ 15 എന്ന് ഷോഡശം 16 ഇങ്ങനെയാണ് ദിവസങ്ങൾ. അങ്ങനെ ദിവസങ്ങൾ പോകും 30 ദിവസം വരെ. ആ ഓരോ ദിവസത്തിനും ഓരോ ദേവതമാർ. അതാണിവിടെ 16. ഇനി ഇവിടുന്ന് മുമ്പോട്ടും പുറകോട്ടും എടുക്കാം. ഇതിനൊക്കെ ഉള്ള ആ ദേവതമാരെ നമ്മൾക്ക് മുമ്പോട്ടും പുറകോട്ടും, അതായത് 1ാം തീയതി മുതൽ 15 ദിവസം വരെ അമാവാസി വരെയുള്ള ദിവസങ്ങൾ. അത് കഴിഞ്ഞ് പൗർണമി എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകും. അങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ വരും. 15 ദിവസം മുമ്പോട്ടും 15 ദിവസം പുറകോട്ടും, അമാവാസിക്ക് മുമ്പും പിന്നിപ്പും അങ്ങനെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ദേവതമാരോട് കൂടിയിരിക്കുന്നവളാണ് ദേവി, 16 രൂപത്തോടു കൂടിയവൾ. ഇനി അടുത്ത നാമം ശ്രീകണ്ഠാർത്ഥ ശരീരിണി. ശ്രീകണ്ഠൻ എന്ന് ഭഗവാന് പേര് വന്നത് ശ്രീകണ്ഠം, കണ്ഠത്തിൽ വിഷമുള്ളതുകൊണ്ട്. അതായത് പാലാഴി കടയുന്ന സമയത്ത് നമ്മുടെ വാസുകിയിൽ നിന്നും വന്ന വിഷം ഭഗവാൻ ലോകത്തിന് ഉപകാരത്തിനായിട്ട് കുടിച്ചു. അപ്പോൾ അത് കണ്ഠത്തിൽ തന്നെ വെച്ചു. ഉള്ളിലേക്ക് പോയ മഹാദേവന് ആപത്ത് സംഭവിക്കും. അപ്പോൾ മഹാദേവൻ എന്തു ചെയ്തു? ലോകരക്ഷാർത്ഥം അത് കണ്ഠത്തിൽ തന്നെ വെച്ചു. അങ്ങനെ ഭഗവാനെ ശ്രീകണ്ഠൻ എന്നും, ആ കണ്ഠം വിഷത്തിന് നീല കളറായതുകൊണ്ട് നീലകണ്ഠൻ എന്നും ഭഗവാന് പേര് വന്നു. അപ്പം ശ്രീകണ്ഠനും നീലകണ്ഠനുമായ ഭഗവാന്റെ അർത്ഥശരീരിണിയാണ് ദേവി. പകുതി ദേഹം ദേവിക്ക് കൊടുത്തു. അർത്ഥനാരീശ്വരൻ എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ. വിഷം കണ്ഠത്തിലുള്ളതിനാൽ ശ്രീകണ്ഠൻ എന്നും, മഹാദേവൻ അർത്ഥശരീരിണിയായിരിക്കുന്നവൾ നീലകണ്ഠൻ്റെ അർത്ഥശരീരിണി എന്ന്. ഇനി നമ്മൾ വൈക്കത്തപ്പൻ്റെ കീർത്തനത്തിൽ ചൊല്ലുമ്പോൾ വലിയ മാമല മകളെ വാമഭാഗെ വെച്ചതും വഴിയൊടു പകുത്തുപാതി ദേഹവും കൊടുത്തതും, അങ്ങനെ അർത്ഥനാരീശ്വരനായിരിക്കുന്നെന്ന് ആ കീർത്തനത്തിൽ പറയാം. അത് തന്നെയാണ് ഇവിടെ ശ്രീകണ്ഠൻ്റെ അല്ലെങ്കിൽ നീലകണ്ഠൻ്റെ, ശ്രീകണ്ഠൻ്റെ
അർത്ഥശരീരിണിയായിരിക്കുന്നവൾ ദേവി. അതുകൊണ്ട് ശ്രീകണ്ഠ അർത്ഥശരീരിണി. ഈ ശ്ലോകത്തിൽ നിത്യക്ലിന്ന എന്നും ആർദ്രഭാവത്തോടു കൂടിയുള്ളവൾ, അലിവുള്ളവൾ, ദയയുള്ളവൾ, കരുണാമയി എന്നൊക്കെ ദേവിക്ക് പേര്. നിരുപമ, ഉപമയില്ലാത്തവൾ, തുലനം ചെയ്യാൻ പറ്റാത്തവൾ, നിർവാണസുഖദായിനി, നിർവാണസുഖത്തെ ദാനം ചെയ്യുന്നവൾ, നിത്യാഷോഡശികാരൂപ, നിത്യ തുടങ്ങിയ ദിനദേവതകളുടെ രൂപത്തോടു കൂടിയവൾ, നിത്യാഷോഡശികാരൂപ, നിത്യ തുടങ്ങിയ ദിനദേവതകളുടെ രൂപത്തോടു കൂടിയവൾ, ശ്രീകണ്ഠാർത്ഥ ശരീരിണി, ശ്രീകണ്ഠൻ്റെ അർത്ഥശരീരിണിയായിരിക്കുന്നവൾ. അപ്പം ഈ ശ്ലോകം നിത്യക്ലിന്ന, നിരുപമ, നിർവാണ സുഖദായിനി, നിത്യാഷോഡശിഖാരൂപ, ശ്രീകണ്ഠാർത്ഥശരീരിണി. ഇനി ഈ മുഴുവനും ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. പരാപ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത, മധ്യമ വൈഖരീരൂപ ഭക്തമാനസഹംസിക, കാമേശ്വര പ്രാണനാടി കൃതജ്ഞ കാമപൂജിത, ശൃംഗാരരസസമ്പൂർണ ജയാജാലന്തരസ്ഥിത, ഓഢ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി, രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത, സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത, ഷഡംഗദേവതായുക്ത ഷാഡ്ഗുണ്യപരിപൂരിത, നിത്യക്ലിന്ന നിരുപമ, നിർവാണസുഖദായിനി, നിത്യാഷോഡശിഖാരൂപ, ശ്രീകണ്ഠാർത്ഥശരീരിണി. ഇങ്ങനെ നമ്മളുടെ ഇന്ന് 85 ശ്ലോകം വരെ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകങ്ങളുമായി വരുന്നവരെ ഹരി ഓം നാരായണ. അപരാധസഹസ്രാണി ക്രിയന്തേഹർനിശമ്മയ, ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി. അമ്മേ നാരായണ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.